ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ റൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലിലാണ്. ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഒരു വില്ല പരിചയപ്പെടുത്താം. കൊടൈക്കനാൽ ഫാമിലിയായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, സേഫായിട്ട് പ്രൈവസിയോടുകൂടി താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പ്രോപ്പർട്ടിയാണിത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടി ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്കത് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. എൻ്റെ 2 ദിവസം ഞാനിവിടെയായിരുന്നു താമസിച്ചത്. എൻ്റെ അനുഭവത്തിൽ ഇത് ഫാമിലിക്ക് നല്ല കംഫോർട്ടബിളാണ്, അതുപോലെ നല്ല സേഫ്റ്റിയാണ്, നല്ല പ്രൈവസി ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണെന്ന് ചോദിച്ചാൽ അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല. മീൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ റഷാണ്, അതായത് ഡിമാൻഡ് അനുസരിച്ചിരിക്കും. ഇത് വെബ്സൈറ്റ് ത്രൂ ഒന്നുമല്ല ഞാൻ ബുക്ക് ചെയ്തത്, ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക. ഇത് എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചൊരു 10ൽ 9% ഞാൻ ഇതിന് നല്ല റേറ്റിംഗ് കൊടുക്കും. കാരണം ഇവിടുത്തെ 2 ദിവസത്തെ എൻ്റെ താമസം നല്ല കംഫോർട്ടബിളായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാം നല്ലൊരു കംഫോർട്ട് സോൺ നമുക്ക് തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഇത് ആക്ച്വലി മുകളിലും താഴെയും സെപ്പറേറ്റ് 2 വില്ലകളെല്ലാം ഒരിതാണ്. ഞങ്ങൾ താമസിച്ചത് മുകളിലത്തെ വില്ലയിലായിരുന്നു. നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാളും അവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പും കൂടിയൊരു ഇതാണ്. കിച്ചൺ സെറ്റപ്പ് എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് കോഫി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സോഫ സെറ്റ്, TV അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവിടെയുണ്ട്. കൂടാതെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് പുറത്തേട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്, ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ, പിന്നെ ഹാളിൽ തന്നെ ഒരു ബാത്റൂമുണ്ട്. ഈ ഹാൾ ആക്ച്വലി നമുക്ക് നമ്മുടെ കൂടുതൽ ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിൽ രാത്രി അവിടെ ഒരു ബെഡിട്ട് അവർ തരും. അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് ബെഡ്റൂം യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ബെഡാണ്. ഞങ്ങൾ 4 പേരും, ഞാനും വൈഫും പിള്ളേർ 2 പേരും നല്ല സുഖമായിട്ട് ഇതിൽ കിടക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ പുറത്തിറങ്ങി നമുക്ക് നിൽക്കാനുള്ളൊരു ചെറിയ സെറ്റപ്പുണ്ട്. അവിടെ നിന്നാൽ തന്നെ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും ഭയങ്കര മനോഹരമാണ്. ഈ കൊടൈക്കനാലിൻ്റെ താഴ്വരകൾ എല്ലാം ഇങ്ങനെ നമുക്ക് കണ്ട് ആസ്വദിച്ച് വൈകുന്നേരമൊക്കെ ഇരിക്കാൻ പറ്റിയൊരിതാണ്. അതുപോലെ ബെഡ്റൂമിൽ ചെറിയൊരു ബെഡ് ടേബിളും, പിന്നെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള സംവിധാനം, പിന്നെ ഫോൺ, അതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവിടെ ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട്, നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ബാഗെല്ലാം വെക്കാൻ പറ്റിയത്. അതുപോലെ ബാത്റൂമും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബാത്റൂമാണ്, കുഴപ്പമൊന്നുമില്ല. ഹോട്ട് വാട്ടറും കാര്യങ്ങളെല്ലാവരും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആക്ച്വലി വില്ല. ഇതിൻ്റെ അകത്ത് ഇത് നല്ല സ്പേഷ്യസ് ആണ്. എക്സ്ട്രാ ബെഡുകൾ വേണമെങ്കിൽ അവർ നമുക്ക് ഹാളിലിട്ട് തരും, നമുക്കത് ചോദിച്ചാൽ മതി, അത് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ മുകൾ വശമുണ്ട്. ഇതിൻ്റെ മുകൾ വശത്ത് ടോപ്പിൽ പോയി വേണമെങ്കിൽ നൈറ്റൊക്കെ ഇരിക്കാം. അതുപോലെ ഇവിടുന്ന് ഉള്ള കാഴ്ചകളും ഭയങ്കര മനോഹരമാണ്. നമുക്ക് പോയി രാത്രിയിലൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. അത് ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പ്ലേ ഏരിയയും അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വില്ലയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ അവിടെ തന്നെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റപ്പ് ഉണ്ട്. അവർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തരും, അവിടെ നമുക്ക് പോയി കഴിക്കേണ്ടതാണ്. രാവിലെ ഞങ്ങൾക്ക് 2 ദിവസം അവർ ഉപ്പുമാവ്, പൊങ്കൽ, ബ്രെഡ്, ഇഡലി, പൂരി, ദോശ അതെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ഇതാണ് വില്ലയുടെ പുറത്തുനിന്നുള്ളൊരു വ്യൂ. ഇത് അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ട് പ്രോപ്പർട്ടി അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പം എനിക്കെന്തായാലും നല്ല രീതിക്ക് ഈ വില്ല ഇഷ്ടമായി. ഞാൻ എന്നോട് ചോദിക്കുന്നവർക്ക് ഞാനത് സജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച വില്ല. ഇതുപോലത്തെ ഇവർക്ക് ഉള്ളത് ഇവിടെ 14ഓളം വില്ലകളാണ് ഇവർക്കുള്ളത്. 2 സിംഗിളാണ്, ബാക്കിയൊക്കെ ഡബിൾ വില്ലകളായിട്ടാണ്. നിങ്ങളൊരു ഫുൾ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ 2 വില്ല എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാം. അങ്ങനെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു വില്ല ആണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, റേറ്റ് അവിടുത്തെ തിരക്കനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് വിളിച്ച് തന്നെ ബുക്ക് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് 1 ദിവസം കൊടൈക്കനാൽ അല്ലെങ്കിൽ 2 ദിവസം കൊടൈക്കനാൽ പോയി തങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതാണ് നല്ല സേഫ്റ്റി
ആയിട്ടും നല്ല സേഫായിട്ടും നല്ല ഫ്രീ ആയിട്ട് നമുക്ക് താമസിക്കാം. സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് യാത്രയുണ്ട്. 3 കിലോമീറ്ററാണ്. കുറച്ച് ടൗണിൽ കൂടെ കയറി പോരുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. ആ പോരുന്ന വഴിയെല്ലാം നല്ല കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. സോ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.